പ്ലീസ് നമ്മൾ കട വരെ പോവാ കേട്ടോ. നമ്മുടെ വീടിനടുത്തുള്ള കടയിലേക്കാണ് നമ്മളെ യാത്ര. അതുകൊണ്ട് നടന്നേടാ. നല്ല ചെറിയ ചെറിയ വീടുകളുണ്ട് കേട്ടോ ഇവിടെ. നാട്ടിൽ ഇരുമ്പുളി പോലത്തെ അല്ല. റോസാപ്പൂണ്ട് അടിപൊളി മഞ്ഞ കളറല്ലേ. ഈ വീടൊക്കെ ഉണ്ട് എന്നാ അടിപൊളി. നോക്കിയ പൂക്കള്. അത് നടന്നു പാടാ. അടിപൊളി വീടല്ല ഗൈസ്. നാട്ടിൽ നല്ല സെറ്റപ്പ് അല്ലേ. പണ്ടത്തെ ചെറിയ വീടുകൾ പോലെ സെറ്റാക്കാണ്. അടിപൊളിയാ. CCTV ഉണ്ടെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ പൂക്കളൊക്കെ പോയി. ഇന്നാണ് നല്ല പൂക്കളായിരുന്നു ഇവിടെയൊക്കെ. എല്ലാം ചെറിയ ചെറിയ വീടുകളാട്ടോ. നമ്മുടെ ചില വീടുകൾ മാത്രമേ നല്ല ഭയങ്കര വലുപ്പത്തിലുള്ളൂ. കാരണം നാട്ടിലുള്ളതിനൊക്കെ എല്ലാം ചെറിയ വീടുകളെ ഇവിടുത്തെ. എനിക്ക് ഇവിടെ ഒന്നും ആരും വാങ്ങാത്ത. ഇവിടെ അടിപൊളിയാണല്ലോ അല്ലേ. നല്ല ഉണ്ടോ, ഒരു മനുഷ്യൻ പോലും ഇല്ല. ഇവിടുത്തെ പൂക്കളുണ്ടോ? അയ്യോ, ശരിക്കേ നമ്മൾ വണ്ടി വന്നു കഴിഞ്ഞാൽ ശരിക്കും ജസ്റ്റ് ഒന്ന് കണ്ടുപോകുന്നല്ലാതെ ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. നടന്നു വരുമ്പോഴേ അതിൻ്റെ അർത്ഥത്തിൽ. വണ്ടി വന്നു കഴിയുമ്പോഴത്തേന് ഇപ്പൊ എത്തുന്ന പോലെയായിരുന്നു. ഇത് നല്ല ദൂരമുള്ള പോലെ ഇപ്പൊ തോന്നുന്നു. ഇവിടെ ഭയങ്കര വാണിങ്ങൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് വലിയൊരു ഭയങ്കര പൈസ വീടാന്ന് തോന്നുന്നു. വീടല്ലെങ്കിൽ വേറെന്താ സെറ്റപ്പാ. ഓ, ഇമേജ് എടുക്കുന്നത് ക്രൈമാണ് കേട്ടോ. അങ്ങോട്ടുള്ള അവിടുത്തെ എന്നെ എടുക്കാനാ. അങ്ങോട്ടുള്ള ഇമേജ് എടുക്കുന്നത് ക്രൈമാണ്. അങ്ങോട്ടുള്ള ഇമേജ് എടുക്കുന്ന ക്രൈമാണെന്നും പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്.
ഇറങ്ങത്തേ ഇല്ല അവൻ. ഇതിലൊരു ഇടവഴി ഉണ്ടല്ലോ, ഇച്ചിരി കൂടെ അങ്ങ് പോകണം. അന്യായ ദൂരം ഉണ്ടോ? ഇതിനല്ലാത്തപ്പോൾ ഇറങ്ങി നടക്കുന്നതാണല്ലോ. ഇന്ന് ഇറങ്ങി നടക്കുക. അപ്പം കൈ പിടിക്കാം, താഴെ നിൽക്കാം. ഇവിടെ മുള്ളുവേലിയൊക്കെ വെച്ചിട്ടുണ്ട്, നാട്ടിലെ പോലെ കേട്ടോ. ചില ബംഗ്ലാവൊക്കെ എന്നെ അടിപൊളിയാന്ന് പറയും. ഇന്നലെ ഞാൻ കുറേ എണ്ണത്തിൻ്റെ ഫോട്ടോ നോക്കിയേ. ഭയങ്കര വലുപ്പമാണ്. അന്യായ സെറ്റപ്പ് ആകത്തല്ല. കട എവിടെയായിരുന്നു? ശിവൻ ഇറങ്ങി നടക്കാതെ ഇപ്പോൾ വിഷയമായി നിൽക്കുന്നത്. പക്ഷെ ഇന്നാളൊക്കെ നടക്കുന്നതായിരുന്നല്ലോ. ഇപ്പോൾ രാത്രിയാ നാട്ടൊരു പോലീസ്. ഇന്ന് കാറെടുക്കാൻ ഞാൻ ഭാഗ്യം. ഇന്ന് കാറെടുത്ത് വരാൻ ഞാൻ എന്തോ ദൈവഭാഗ്യമാണ്. ഇമാരെ തട്ടിയിട്ട് ഇപ്പോൾ ഇതിലേ നടക്കാൻ പറ്റത്തില്ല. ഫുള്ള് ചെക്കിങ്ങാണ്. അതുപോലെ തന്നെ ഇപ്പോൾ വൈകിട്ടൊക്കെ ഇറങ്ങി നടക്കാൻ ഭയങ്കര പാടാട്ടോ. കാരണം ഇന്നലെ തന്നെ തിയേറ്ററിൽ പോയാൽ കുറേ പേർക്ക് ഞാൻ മറ്റേ പടക്കേറിയൊക്കെ ചെയ്തു പിള്ളേർ. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. വൈകിട്ടൊക്കെ തന്നെത്താൻ പോകുന്ന പാടാം. ഇവിടെ പണ്ടോട്ടം അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പം ഇങ്ങനെ കേൾക്കുന്നു മാത്രമേ ഉള്ളൂ. പണ്ടോട്ടെ ഇവിടെ ചില സ്ഥലം വഴിയൊന്നും അങ്ങനെ തന്നെ പോകാൻ പാടായിരുന്നു. കാറയിലാണേലും അവന്മാർ കല്ലെറിയുന്നൊക്കെ ഉണ്ട്. എന്നെ അടിപൊളിയാണ് ഈ വീടൊക്കെ അല്ലേ. തീരെ ചെറിയ വീടാ, പക്ഷെ എന്നെ ലുക്കാ. ഇങ്ങനത്തെ വീട് എനിക്കിഷ്ടം, നൈസായിട്ട്. സൈക്കിളുണ്ട്, അടിപൊളിയാണ്. വ്യൂ മൊത്തം എടുത്തോണ്ട് പോവാം. ഇനിയിപ്പോൾ ആശാൻ അവിടെ ചെല്ലുമ്പോൾ കളിപ്പാട്ടം വേണമായിരിക്കും. ഈ കടയിൽ നമ്മൾ അധിക സാധനമൊന്നും കിട്ടത്തില്ല കേട്ടോ. ജസ്റ്റ് പാല്, പിന്നെ ഈ ബാത്റൂം ക്ലീനർ, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം കിട്ടും. പിന്നെ വണ്ടിയുടെ കഴുകുന്ന സാധനങ്ങൾ, അങ്ങനത്തെ ഐറ്റംസ്, പിന്നെ അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് കൂടുതലും. ഇല്ല, ചിക്കൻ അതൊന്നും കിട്ടത്തില്ല.
അല്ല, പോപ്കോണിൻ്റെ അല്ലാത്ത ഇതുണ്ടല്ലോ, നമുക്ക് ഓവനെ വെച്ച് ഇതാക്കാൻ പറ്റുന്ന അങ്ങനത്തെ എടുത്താൽ കുഴപ്പമില്ലായിരുന്നു. സ്പൈസിയും നമ്മൾ അവിടുന്ന് മിക്സ്ചർ വാങ്ങുന്നത് എത്രയാ? ഇതിനൊന്നും 950 ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ വണ്ടിയില്ല ഇവിടെ നിന്ന് ശോകല്ലേ. ചെറിയ കുറേ സാധനമൊന്നും വാങ്ങിക്കാൻ പറ്റത്തില്ല, എടുത്തോണ്ട് പോകണ്ടേ. അതുകൂട്ടൻ വണ്ടി വാങ്ങിക്കാൻ ഷാട്ടിയും പിടിച്ച് ഒരെണ്ണം വാങ്ങിച്ച്. പക്ഷെ അതവന് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. അല്ല, അവനെ ഇഷ്ടപ്പെട്ടില്ല. അവന് ജസ്റ്റ് എടുത്തെന്നേ ഉള്ളൂ.